എല്ലാവർക്കും നമസ്കാരം. മഹിഷാസുര വധത്തെക്കുറിച്ചാണ് പറയുന്നത്. മഹിഷാസുരൻ എന്ന ഭയങ്കരനായ അസുരൻ ജനിച്ചു. പ്രപഞ്ചത്തെ കീഴടക്കണമെന്ന ആഗ്രഹത്തോടെ മഹിഷാസുരൻ കഠിനമായ തപസ്സിൽ മുഴുകി. ആ തപസ്സിൽ സന്തുഷ്ടനായ ബ്രഹ്മാവ് അവനോട് വരം ചോദിക്കാൻ പറഞ്ഞു. തൻ്റെ ചാതുര്യവും ദുഷ്ടബുദ്ധിയും ഉപയോഗിച്ച് മഹിഷാസുരൻ പറഞ്ഞു, സ്ത്രീ ഒഴികെ ആരും തന്നെ കൊല്ലാൻ പാടില്ല. സ്ത്രീകൾക്ക് യുദ്ധം ചെയ്യാനാവില്ലെന്ന ധാരണയിൽ മഹിഷാസുരൻ അങ്ങനെ വരം ചോദിച്ചു. ബ്രഹ്മാവ് ആ വരം നൽകി. വരം ലഭിച്ച മഹിഷാസുരൻ അതിരുകളില്ലാത്ത അഹങ്കാരത്തോടെ ലോകത്തെ കീഴടക്കാൻ തുടങ്ങി. ദേവന്മാരെ യുദ്ധത്തിൽ തോൽപ്പിച്ച് സ്വർഗം പിടിച്ചെടുത്തു. ഇന്ദ്രനെ പുറത്താക്കി. സൂര്യനും ചന്ദ്രനും അഗ്നിയും വായുവും എല്ലാം തടസ്സപ്പെടുത്തി. മനുഷ്യലോകം ദുരിതത്തിൽ മുങ്ങി. ദേവന്മാർ നിരാശരായി ബ്രഹ്മദേവനെയും വിഷ്ണു ഭഗവാനെയും ശിവഭഗവാനെയും സമീപിച്ചു. അവരുടെ ഹൃദയത്തിൽ പ്രകോപനം തീപ്പൊരി പോലെ പൊട്ടിത്തെറിച്ചു. ആ പ്രകാശം ഒന്നിച്ചു ചേർന്നപ്പോൾ ഒരു അപൂർവ സുന്ദരിയായ ദേവി രൂപം കൊണ്ടു. ദുർഗാദേവി. വിഷ്ണു സഹോദരിയും ശിവപത്നിയുമായ ദുർഗാദേവി മഹാസരസ്വതി, മഹാലക്ഷ്മി, മഹാകാളി എന്ന ദേവതന്മാരുടെ ചൈതന്യത്തോടുകൂടി അവതരിച്ചു. അതിനാൽ തന്നെ പരാശക്തിയുടെ സമ്പൂർണമായ ഗുണങ്ങളെല്ലാം ഈ ദേവിമാരിൽ അടങ്ങിയിട്ടുണ്ട്. ദുർഗാദേവിയെ ഭജിച്ചാൽ തന്നെ മറ്റുള്ള ദേവിമാരുടെ അനുഗ്രഹം കിട്ടുമെന്നറിയുക. ദേവിയുടെ കാന്തി കോടിക്കണക്കിന് സൂര്യപ്രകാശത്തെ പോലെ ദീപ്തമായിരുന്നു. എല്ലാ ദേവന്മാരും ദേവിയുടെ കൈകളിൽ ആയുധം ഏൽപ്പിച്ചു. ശിവഭഗവാൻ ത്രിശൂലം, വിഷ്ണു ഭഗവാൻ ചക്രം, ഇന്ദ്രൻ വജ്രായുധം, വായു വില്ലും അമ്പും, അഗ്നി ശക്തി, വരുണദേവൻ ശംഖ്, കുബേരൻ ഗദ എന്നിവ നൽകി. സിംഹത്തെ വാഹനമാക്കി ദേവി യുദ്ധത്തിനിറങ്ങി. മഹിഷാസുരനും ദുർഗാദേവിയും തമ്മിൽ നടന്ന യുദ്ധം 9 ദിവസവും 9 രാവും നീണ്ടു നിന്നു. മഹിഷാസുരൻ തൻ്റെ മായാശക്തിയാൽ സിംഹം, ആന, കരടി, കുതിര, വീരൻ എന്നിങ്ങനെ പല രൂപങ്ങളിൽ മാറി. അവസാനം ഭയാനകമായ കാളയായി തന്നെ മഹിഷം എന്ന രൂപത്തിൽ ദേവിയെ നേരിട്ടു. യുദ്ധത്തിൻ്റെ ഓരോ നിമിഷവും ഭൂമി നടുങ്ങി, ആകാശം മുഴങ്ങി. ദേവന്മാർ ഭീതിയോടെ നോക്കി. എന്നാൽ ദേവി ശാന്തമായി അചഞ്ചലമായി യുദ്ധം തുടർന്നു. അവസാനം മഹിഷാസുരൻ കാളയായി നിലവിളിച്ചുകൊണ്ട് വന്നപ്പോൾ ദേവി ഭയങ്കരമായ പ്രകോപനത്തോടെ തൻ്റെ ത്രിശൂലം ഉയർത്തി. അതിഭയാനകമായ കുത്തേറ്റു. മഹിഷാസുരൻ നിലത്ത് വീണു, ജീവൻ വിടുകയും ചെയ്തു. ലോകം മുഴുവൻ ആനന്ദത്തിൽ മുഴുകി. ദേവന്മാർ സ്വർഗത്തിലേക്ക് തിരിച്ചു. മനുഷ്യലോകം അധർമ്മത്തിൽ നിന്നും രക്ഷപ്പെട്ടു. മഹിഷാസുരൻ വധത്തിൻ്റെ കഥ നമ്മെ പഠിപ്പിക്കുന്നത് അധർമ്മം എത്ര ശക്തമായാലും ഒടുവിൽ ധർമ്മം ജയിക്കും. സ്ത്രീശക്തി, ദിവ്യശക്തി, പരാശക്തി എല്ലാം കൂടി ലോകത്തെ രക്ഷിക്കുന്നതാണ്. അതുകൊണ്ടാണ് നവരാത്രി ആഘോഷിക്കുന്നത്. 10 ദിവസം ദേവിയുടെ ജയദിനമായി വിജയദശമി ആചരിക്കുന്നു. നന്ദി, നമസ്കാരം.